തൊടാൻ പറ്റില്ല. ദിവസം 100, 120, 300 രൂപയൊക്കെ കൂടുതലല്ലേ? ഒരു കാര്യം നന്നായി ഇതിങ്ങനെ ഇടാൻ നടക്കുന്നത് നന്നായി. എന്താണെന്നറിയാം, കാരണം ഇപ്പോ ഒരു ചെറിയ ഒരു ഗ്രാം കിട്ടിയാൽ മതി, ഒരുപാട് പൈസ തേരാപ്പാര നടക്കുകയാണ് മാല പറിച്ചോണ്ട് പോകാനായിട്ട്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ തിരുവല്ലയ്ക്ക് അടുത്ത് തന്നെ ഒരു സംഭവം ഉണ്ടായി. ഒരു കല്യാണം, വിവാഹ ചടങ്ങാണ്. കല്യാണത്തിന് സദ്യ. അപ്പൊ സദ്യക്ക് നോക്കുന്ന പട്ടുസാരി കെട്ടി കൊടുത്ത് പട്ടുസാരി കൊടുത്ത് രണ്ട് സ്ത്രീകള് പ്രത്യേകിച്ച് അത് കാര്യം പറയാൻ അത് പറഞ്ഞാണ്. അപ്പൊ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ കൈ കഴുകാനുള്ള തിരക്കുണ്ടല്ലോ, വെള്ളി ഇറങ്ങുമല്ലോ വാതിലൊക്കെ. അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇവര് ഒരു അമ്മച്ചിയുടെ മാലയെ കുറിച്ച് ഇറങ്ങി. എന്നിട്ട് ഇവര് പുറകെ പോയി അന്വേഷിച്ച് കണ്ടുപിടിച്ചു നാടോടി സ്ത്രീകൾ, അതിലേക്ക് നടക്കുന്ന നാടോടി സ്ത്രീകളില്ലേ, ഒരു പട്ടുസാരിയൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ട് വന്ന് കല്യാണത്തിന് വന്നിരുന്നിട്ട് തിരിച്ചു വന്ന വഴിക്ക് മാല പറിച്ചോണ്ട് പിന്നെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ബൈക്കിൽ വന്ന മാല മോഷണങ്ങൾ നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർണം മോഷ്ടിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവും. എന്തായാലും വലിയൊരു മാത്രമല്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സ്വർണ്ണം ഇട്ട് നടത്തുന്നതാണ് നമ്മുടെ ജീവന് തന്നെ ആപത്തുണ്ടാവുന്ന ഒരു വിഷയമായിട്ട് സ്വർണം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് വളരെ നല്ലതാണ്. മാലകൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ അത്ര സുരക്ഷിതമല്ലാത്ത മേഖലയിലാണെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മുത്തുമാലയൊക്കെ ധരിച്ചാൽ മതി, സുന്ദരി ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആദ്യ സെഗ്മെന്റ് കളിയും ചിരിയും. കളിയും ചിരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് കുമാരിമാരുടെ നടുക്ക് ഒരു കുരാമൻ, ഒരു കുമാരൻ അങ്ങനെ നിൽക്കുകയാണ്, കിരീടമൊക്കെ ധരിച്ച്. അപ്പൊ എന്താണെന്നറിയാം, എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ മത്സരം എന്താണെന്ന്. ഫൈൻഡിങ് ദ പേഴ്സണാലിറ്റി. അപ്പോ നിങ്ങളുടെ തലയിൽ ഓരോ 3 വ്യക്തികൾ, ഓരോരുത്തരുടെയും തലയിൽ ഓരോരുത്തരായിട്ട് ഒളിച്ചിരിക്കുകയാണ്. പ്രശസ്തരായ വ്യക്തികളായിരിക്കും, നല്ല ഫേമസ് ആയിരിക്കും, സംശയമൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇതിനകത്ത് വാൽക്കണ്ണാടി എഴുതിയിരിക്കുന്ന ഈ കാർഡ് ഞങ്ങൾ മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ആരാണെന്ന് മനസ്സിലാകും. അപ്പൊ തന്നെ നിങ്ങളത് വിളിച്ചു പറയണം കേട്ടാ. അങ്ങനെ പറയാതെ ഇവര് പിന്നെ ഇവർക്ക് എന്തായാലും കാണാൻ പറ്റില്ല, അവർ കണ്ണു മൂടിയിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചോദിക്കും, ഓരോ ക്ലൂ ചോദിക്കും. അപ്പോൾ നിങ്ങൾ യെസ് അല്ലെങ്കിൽ നോ മാത്രം നിങ്ങൾ പറയും. ഇവരതേ പറയുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുള്ളൂ. അപ്പോ നിങ്ങൾ ആ ക്ലൂവിൽ പിടിച്ച് ഏറ്റവും ആദ്യം കണ്ടെത്തുന്ന ആൾക്കായിരിക്കും സമ്മാനം. പിന്നെ ഒരേ റൗണ്ടിലാണ് 3 പേരും പറയുന്നതെങ്കിൽ 3 പേർക്കും സമതുല്യമായിട്ട് ഇവിടെ ആൻസർ ചെയ്തു, അവിടെ ആൻസർ ചെയ്തെങ്കിൽ സമ്മാനം 3 പേർക്കും വീതിച്ചേരും. അപ്പൊ നിങ്ങളുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടാണ് ഇതിനകത്ത് വേണ്ടത്. അതിനുവേണ്ടി ഇവരെ നിങ്ങളുടെ കൂട്ടുകാരും ഒക്കെ അല്ലേ, ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലൂ ഇവിടെ തുടങ്ങാം. ആദ്യം മാറ്റണ്ടേ, അതെ നമ്മള് മത്സരത്തിലേക്ക് വേഗം പോയി. അപ്പൊ അതെ മനസ്സിലായല്ലോ, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. കണ്ടോ, അങ്ങോട്ട് തിരിച്ചു, അങ്ങോട്ട് തിരിച്ചിട്ട് കണ്ടല്ലോ. യെസ്, എല്ലാവരും കണ്ടല്ലോ. ഓക്കെ, അടുത്ത ആളുടെ മുഖം മൂടി മാറ്റാൻ പോവുകയാണ്. ഇങ്ങോട്ട് ഈ വശത്തേക്കൂടെ. ഓക്കെ, ആരാന്നറിയാമല്ലോ ഇത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്, കാരണം ഇവർ ചിരിച്ചപ്പോഴും കൈയടിച്ചപ്പോഴും മനസ്സിലായി കാണുമല്ലോ, ഇവർക്ക് അറിയാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളുമാണ്. അപ്പോൾ ഈ മോൾ പറയൂ, ഫസ്റ്റ് ക്ലൂ ചോദിച്ചു. പോരാ, പുരുഷനാണോ? അപ്പൊ ജോലി ചോദിച്ചു പുരുഷനാണോ? നിങ്ങൾ പുരുഷനാണ്. ഓക്കെ, അപ്പൊ 3 പേരും പുരുഷന്മാരാണ് മനസ്സിലായി, 3 പേർക്കും അല്ലേ? അതെ, 3 പേരും പുരുഷന്മാരാണ് എന്ന് മനസ്സിലായിരിക്കുകയാണ്. സോറി, ഇവര് പുരുഷന്മാരാണെന്നല്ലേ, ഇവരുടെ തലയിൽ ഇരിക്കുന്നവർ പുരുഷന്മാരാണ്. കിട്ടി അവർക്ക്, തലയിലൊരു പുരുഷൻ കയറും. ശ്രീദേവി, പൊളിറ്റിക്സ് ആണോ? ആണോ? പൊളിറ്റിക്സ് ആണോ? പൊളിറ്റിക്സ് അല്ലാത്ത ആളാണ്, പുരുഷനാണ്. ജോജി ഫിലിം മേഖലയാണോ? ചാട്ടമായിരുന്നു, നേരെ ഒരു ചാട്ടം. ഫിലിമാണോ? ഫിലിമാണോ? യെസ്. ഓക്കെ, ഇനി ഇവിടെ ചോദിക്കാം.
ഉറക്കെ പറയൂ, എന്താണ് ശബ്ദക്കുറവ്? ഫിലിമാണ്. 3 പേർക്കും ഫിലിം മേഖലയിലുള്ള പുരുഷന്മാരാണ്. 3 പുരുഷന്മാരാണ് നിങ്ങളുടെ തലയിൽ കയറിയിരിക്കുന്നത്. ഇനി ആരാണ് കണ്ടെത്തേണ്ടതെന്ന് ചോദിച്ചോളൂ. അദ്ദേഹം ബോളിവുഡിൽ അഭിനയിക്കുന്ന ആളാണോ? ബോളിവുഡിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഫുൾ ടൈം അവിടെയല്ല. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ടൈം ജോബാണത്. അവിടെ ചോദിച്ചോളൂ. ആക്ടർ ആണോ? നോ, ആക്ടർ അല്ല. നോ, സിനിമയിലുള്ള പുരുഷനായ ആക്ടർ അല്ലാത്ത ആളാണ്. ഇവിടെ ചോദിച്ചു. ആക്ടർ ആണോ? നോ, ഇവിടെയും ആക്ടർ അല്ല. ഓക്കെ, അടുത്ത. അദ്ദേഹത്തിന് ഈയിടയ്ക്ക് വല്ലതും പദവി വല്ലതും കിട്ടിയിട്ടുണ്ടോ? പദവി കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ചരിത്രപരമായ ഒരു സിനിമയും ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പേര് പറയരുത്. ഉറപ്പായാൽ മാത്രമേ പേര് പറയാനുള്ളൂ. ഒരു ചാൻസേ ഉള്ളൂ. ഉറപ്പ് ആയെങ്കിൽ പേര് പറയാം, ഇല്ലെങ്കിൽ ക്ലൂ ചോദിക്കാം. എന്ത് വേണം, പേര് പറയുന്നോ അതോ ക്ലൂ ചോദിക്കുന്നോ? ഇപ്പൊ റിലീസായ ഒരു മൂവിയുടെ റൈറ്റർ. ശ്രീദേവിക്ക് വേണ്ടിയാണ്. ശ്രീദേവിക്ക് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൂ ഞാൻ തരാൻ പോവുകയാണ്. ഇപ്പോഴത്തെ ഇറങ്ങിയ ഒരു മമ്മൂട്ടി സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഞാൻ മൂടി വെച്ചതാ. ആണോ? പക്ഷെ മോളെ ഇനി ചാൻസ് ഇല്ല. ഒരു ആൻസർ പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആൻസർ പറയാൻ സന്നദ്ധനാണോ ജോജി? ആൻസർ പറയാം. തെറ്റിപ്പോയാ പോയി. തെറ്റിപ്പോയാ പോയി. ജോജി പറയാമോ? ആൻസർ പറയാമോ? അതോ അടുത്ത റൗണ്ടിലൂടെ പോണോ? ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അദ്ദേഹം വൈക്കം ചെമ്പുകാരനാണോ? ഈ റൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ റെക്സിക്ക് സമ്മാനം അല്ല. പിന്നെ ഒരു റെക്സിക്ക് ഒരു ചാൻസ് ഉണ്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും ആൻസർ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് റൗണ്ടിൽ പറഞ്ഞാലും റെക്സിക്ക് സമ്മാനം. അടുത്ത റൗണ്ടിൽ 3 പേര് പേര് പറയാനുള്ളതായിരിക്കും. ഇപ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ റെക്സിക്ക് ഒറ്റയ്ക്ക് സമ്മാനം കൊണ്ടോ? പറയുന്നോ ക്ലൂ ചോദിക്കുന്നോ? നീലതാമര എന്ന ഫിലിമിലെ റൈറ്റർ ആണോ? അപ്പോ ഇനി എത്തിക്കഴിഞ്ഞു. ഈ ശ്രീദേവി ശ്രീദേവി ഇനി ഒരു വൈൽഡ് ഗസ് ചെയ്യേ. എന്താന്ന് വെച്ചാ പറഞ്ഞോ. കാരണം ഏതായാലും ഇവര് രണ്ടുപേരും പറയും. കിട്ടിയാൽ ഉണ്ടി ഇല്ലെങ്കിൽ ചട്ടി. മമ്മൂട്ടിയെ ഒരു വലിയ തലത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ശ്രീദേവിയുടെ പേര് അല്ലാണ്ട് വേറെ ആരുടെയും പേര് പറ. നീ കൗണ്ട് ഔട്ട് ചെയ്യാൻ പോകണം. ആരെങ്കിലും പേര് പറഞ്ഞോ. ടെൻഷൻ ഇല്ല, കൗണ്ട് ഔട്ട് നോക്കണ്ട. ശ്രീദേവി ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ പേര് ആലോചിക്കും. മമ്മൂട്ടി പടം ഈ അടുത്ത് റിലീസായത് അത്രയും ക്ലൂ തന്നു. സീറോ പറഞ്ഞു. ശ്രീദേവിക്ക് പറയാൻ പാടില്ല. പഴശ്ശിരാജയുടെ ഡയറക്ടർ ആണെന്ന് അറിയില്ല. ഏതെങ്കിലും പേര് പറ. ഏതെങ്കിലും ഒരു ഡയറക്ടറിന്റെ പേര് പറ. ഇല്ലാന്ന് ഞാൻ വിടില്ല. പറ. ഏതെങ്കിലും പഴശ്ശിരാജയുടെ വേണ്ട, വേറെ ആരെങ്കിലും ഡയറക്ടർ മതി. ഹരിഹരൻ എന്ന് പേരുള്ള ആ പാട്ടുകാരന്റെ അതേ പേരുള്ള ആ ഡയറക്ടറുടെ പേരെന്താണ്? ഏതാണ്? ഹരിഹരൻ. ജോജി പറയൂ. അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി. ആൻസർ മമ്മൂട്ടിന്നാണോ? മമ്മൂട്ടി. എം.ടി. വാസുദേവൻ നായർ. മലയാള സിനിമയ്ക്ക് എന്നല്ല, മലയാള സാഹിത്യത്തിന് തന്നെ മറക്കാൻ പറ്റാത്ത